ഹായ്. ഫ്ലെക്സ് പോലുള്ള എന്ത് വെബ് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചാലും എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ്. യൂഷ്വലി ഞാനും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വരുന്ന ഡൗട്ടാണ്, ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ പഠിച്ചു, ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള ഡൗട്ട് ഭീകരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് എന്തൊക്കെ സെനാരിയോകളാണ് ഈ ഒരു ഫ്ലെക്സിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് കേസ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. സോ അത് മനസ്സിലാക്കാനുള്ള ഞാനൊക്കെ വെബിൽ വർക്ക് ചെയ്ത് ആ ഒരു സാധനം കുറച്ചും കൂടി മനസ്സിലാക്കി തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനീഷ്യലി ആ ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. അപ്പോൾ അതറിയാതെ ഫ്ലെക്സിൻ്റെ ബേസിക് എന്താണ് ഫ്ലെക്സ് ഓർഡർ, ഫ്ലെക്സ് ഡയറക്ഷൻ എന്നറിയുന്നില്ലെങ്കിൽ ഓൾറെഡി ഫ്ലെക്സിൽ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലെക്സിൻ്റെ കോൺസെപ്റ്റുകൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നാണ് കറക്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യം ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഓരോരോ സെനാരിയോ ബേസ്, ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റ് ഇതിൽ ഓരോരോ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണണ്ട, ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരു വെബ് ഡോക്യുമെൻ്റാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫ്ലെക്സിൻ്റെ ഒരു സീരീസ് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലെക്സിൽ കുറച്ചുകൂടി ഫെമിലിയർ ആവാൻ, ഫ്ലെക്സിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റിയൊരു വെബ്സൈറ്റാണ് ഈ ഫ്ലെക്സ് ബോക്സ് ഫ്രോക്കി എന്ന് പറഞ്ഞിട്ട്. ഇത് ബേസിക്കലി ഒരു ഗെയിം പോലത്തെ സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ കുറേ ലെവൽസ് ഉണ്ടാവും. 24 ലെവൽ എന്തോ ഉണ്ട്. അപ്പോൾ അത്ര ലെവലിൽ ഈ ഫ്രോഗ് വേറൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇനീഷ്യലി ഈ വെബ്സൈറ്റ് ലോഡായി വരുമ്പോൾ ഇങ്ങനെയാണ് ഫ്രോഗ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രോഗിനെ ശരിക്കും ആ ലീഫ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് എത്തിക്കണം എന്നുള്ളതാണ്. ഇതിന് ഓൾറെഡി ഇവർ ചെറിയൊരു ഒരു ഗൈഡ് പോലെ അവിടെ തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോഴത്തെ നിങ്ങൾക്കുള്ള യൂസ് കേസ്, നിങ്ങളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രോഗിന് അലൈൻമെൻറ്റ് ഇപ്പോൾ കറൻ്റ്ലി ലെഫ്റ്റ് കോർണറിൽ ഇരിക്കുന്ന ഈ ഒരു ഫ്രോഗിനെ റൈറ്റ് ടോപ്പ് കോർണറിലോട്ട് എത്തിക്കണം. ഒബ്വിയസ്ലി നമ്മൾ പഠിച്ചതനുസരിച്ച് ജസ്റ്റിഫൈ കണ്ടൻറ്റാണ് അതിൻ്റെ മെയിൻ ആക്സിസിലുള്ള അലൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആവുന്ന സമയത്ത് ഞാൻ ഈ ഫ്ലെക്സ് ഡയറക്ഷൻ എന്നും അല്ലെങ്കിൽ ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ മുമ്പത്തെ ആ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഫ്ലെക്സ് എൻഡാണ് കൊടുക്കേണ്ടത്, എൻഡിലാണ് ഉള്ളത്. സോ ഫ്ലെക്സ് എൻഡെന്ന് കൊടുത്തതിനുണ്ടെങ്കിൽ കാണാം ഈ ഫ്രോഗ് ഇവിടെ എത്തി. സോ നിങ്ങൾ ആ ഒരു ടാസ്ക്, ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ടാസ്ക് വരും. സോ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലോട്ട് എത്തിക്കുന്നില്ല. ഓൾറെഡി ഞാൻ 2-3 ലെവൽസ് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെൻട്രലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ജസ്റ്റിഫൈ സെൻട്രലോട്ട് ആക്കി കൊടുക്കുക. സോ ഇങ്ങനെ കുറേ ടാസ്ക്കാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രോപ്പർട്ടീസൊക്കെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക, എന്തൊക്കെ യൂസ് കേസിലാണ് ഇത് വരിക എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയറാണ്. ഇനി അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ലൈവായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ഓൾറെഡി എല്ലാവരും വെബിൻ്റെ ഈ ടോപ്പിക്കുകൾ വരുമ്പോൾ അത് ചെക്കൗട്ട് ചെയ്യുന്ന, അതിൻ്റെ എന്താ പറയുക, അത് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് കോൺസെപ്റ്റായിട്ട് ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ, ഞാനൊക്കെ അങ്ങനത്തെ ഒരാളാണ്, ഒരു കോൺസെപ്റ്റ് കിട്ടിയത് ഇൻഡെപ്തായിട്ട് എന്തൊക്കെ അതിൻ്റെ എഡ്ജ് കേസസ് എന്നൊക്കെ മനസ്സിലാക്കുന്നില്ല. ചില ഫ്ലെക്സ് ഉണ്ടെങ്കിൽ തന്നെ ഫ്ലെക്സ് ചില പ്രത്യേക സെനാരിയോകളിൽ അത് വർക്ക് ചെയ്യുന്ന പല രീതികളായിരിക്കും. അപ്പോൾ അതെങ്ങനെയെന്നും ഏതൊക്കെ ബ്രൗസറുകളിലാണ് ഫ്ലെക്സ് സപ്പോർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ബ്രൗസർ വേർഷനുകളിലാണ് ഫ്ലെക്സ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉള്ളത് നോക്കാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വെബ് പേജാണ് ഈ MDN എന്ന് പറയുന്നത്. MDN ഫ്ലെക്സ് അടിച്ചാൽ മതി. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ ഫ്ലെക്സിൻ്റെ ഓരോരോ പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വാല്യൂസും സാധനങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് വേറെ യൂസ് കേസ്. ഈ ഫെമിലിയർ ആവാൻ, ഈ പ്രോപ്പർട്ടീസിനോട് ഫെമിലിയർ ആവാനുള്ള വഴിയാണ് ആദ്യത്തെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഫെമിലിയർ ആയ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ശരിക്കത്തെ വെബ് എലമെൻറ്റ്സ് ബിൽഡ് ചെയ്യുക. അതിനുള്ളൊരു എക്സാമ്പിൾ ഓൾറെഡി ഞാൻ ഫ്ലെക്സിൻ്റെ ആ ഒരു സീരീസ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു എക്സാമ്പിളായിരുന്നു നമ്മൾ ഗൂഗിളിലെ ഹോം പേജ്. നിങ്ങൾ ഗൂഗിൾ ആദ്യം തുറക്കുന്ന സമയത്ത് google.com എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഹോം പേജാണിത്. ഈ പേജ് ഫ്ലെക്സ് ബോക്സ് വെച്ചിട്ട് ഈ ലേഔട്ട് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഈസിലി നമുക്ക് ഫ്ലെക്സ് ബോക്സ് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഏകദേശം ഫ്ലെക്സ് ഗ്രോ, ഫ്ലെക്സ് ബേസസ്, ഫ്ലെക്സ് റിങ്ക്, ഇങ്ങനത്തെ എല്ലാ കോൺസെപ്റ്റുകളും ഇതിൽ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും എങ്ങനെയാണ് റിയൽ വെബ്സൈറ്റുകളിൽ ഇത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. കാരണം ഇതൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ വേറെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഒരു ലെവലോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗൂഗിൾ ഹോം പേജ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് വെബ്സൈറ്റ് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഓരോരോ ലേ ഔട്ടുകൾ കാണുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഫ്ലക്സ് യൂസ് ചെയ്ത് റിക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എല്ലാം ഫ്ലക്സിൽ ചെയ്യേണ്ടതാവില്ല, പക്ഷേ ഭൂരിഭാഗം ലേ ഔട്ടുകളൊക്കെ നിങ്ങൾ ഫ്ലക്സിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറേ കൂടി ആ ഫ്ലക്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് ഭയങ്കര ഫെമിലിയർ ആവും, നിങ്ങളതിൽ എക്സ്പേർട്ടായി മാറും. ഇതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ഇപ്പോൾ ഹാക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റിയാണ്, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. സോ ഈ ഒരു വെബ്സൈറ്റിൽ കുറേ ഈ സാധനങ്ങൾ ഈ പറയുന്ന എല്ലാ കംപ്ലീറ്റ് ലേ ഔട്ട് നിങ്ങൾക്ക് ഫ്ലക്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും ഈ ഒരു ലേ ഔട്ട്, ഇത് ഈ ലേ ഔട്ട്, അതുപോലെ ഈ സംഭവം, അങ്ങനെ എല്ലാ ലേ ഔട്ടുകളും ഒക്കെ ജസ്റ്റ് ഫ്ലക്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ആ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇങ്ങനെ ഇതിൽ ഓരോരോ എലമെൻറ്റ്സും സെൻട്രലോട്ട് കൊണ്ടുവരാം. മിനിമം ഫ്ലക്സ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാം എന്നുള്ളത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലക്സിൽ എക്സ്പെർട്ട് ആവും. അപ്പോൾ ഫ്ലക്സ് യൂസ് ചെയ്തിട്ടില്ല ഒരു ഫ്ലെക്സിബിൾ ലേ ഔട്ട് ഉണ്ടാക്കുക എന്നുള്ള യൂസ് കേസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസിലി അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു സാധനം നിങ്ങൾക്കൊരു ബാരിയറോ ഒരു ബ്ലോക്കറോ ആയിട്ട് നിൽക്കത്തില്ല. സോ അതാണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോരോ പുതിയ കോൺസെപ്റ്റ് പഠിച്ച് കഴിഞ്ഞാൽ അതിൽ ഫെമിലിയർ ആവാന്നുള്ളതിന് ഒരു എളുപ്പ വഴിയാണ് അതൊക്കെ. സോ നിങ്ങൾ ഈ ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചില ലേ ഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ നമുക്ക് ഇമേജ് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്. സോ അവിടെ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോ ഇൻസ്റ്റാഗ്രാമിലോ കണക്ട് ചെയ്യാം. സോ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റിയൽ വേൾഡിൽ എങ്ങനെയാണ് അതൊക്കെ, എവിടെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും പൊതുവേ നമ്മൾ വീഡിയോസിൽ കാണാത്തൊരു കാര്യമാണ്. എവിടെയാണ് ഇത് യൂസ് ചെയ്യുക? അപ്പോൾ കോൺസെപ്റ്റുകൾ പഠിച്ചു പോയാലും ഇത് എവിടെയാണ് യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഭയങ്കര ഡൗട്ട് ഉണ്ടാവാറുണ്ട്. സോ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫെമിലിയറായി വരിക. അതിന് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾ കുറേ സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അത്രയാണ് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ബൈ.